റഷ്യക്കുള്ളിലേക്ക് കടന്നു കയറിയ യുക്രൈൻ സേന പിന്മാറിയില്ല എങ്കിൽ അണുവായുധം പ്രയോഗിക്കുമെന്ന റഷ്യൻ ഭീഷണി നിലനിൽക്കെ ലോകത്ത് ആരാണ് അണുവായുധങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നത് എന്ന് നോക്കാം. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം അണുവായുധങ്ങളുടെ 90% റഷ്യയുടെയും അമേരിക്കയുടെയും കൈകളിലാണ്. ഒരു ആണവ യുദ്ധം ഉണ്ടായാൽ മനുഷ്യരാശി തന്നെ നശിച്ചു പോയേക്കാവുന്നത്ര ആയുധങ്ങൾ ഈ രാജ്യങ്ങൾ കൈയടക്കി വെച്ചിട്ടുണ്ട്. ലോകത്ത് ആകമാനം 12,512 ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ എത്ര ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നു എന്ന് നോക്കാം. ആദ്യ 9 രാജ്യങ്ങൾ എടുത്താൽ 9ാം സ്ഥാനത്ത് വരുന്നത് അമേരിക്കയുടെ ശത്രുപക്ഷത്തുള്ള കിം ജോങ് ഉന്നിന്റെ നോർത്ത് കൊറിയയാണ്. ഏകദേശം 50 അണുവായുധങ്ങൾ നോർത്ത് കൊറിയയുടെ പക്കലുണ്ട്. 8ാം സ്ഥാനത്ത് ഇസ്രയേലാണ്. ഇസ്രയേലിന്റെ കയ്യിൽ 90 ആണവ പോർമുനകൾ ഉണ്ടെന്നാണ് കണക്കുകൾ. ഇറാൻ ഇസ്രയേൽ യുദ്ധഭീഷണി നിലനിൽക്കെ ആണവ യുദ്ധം ഉണ്ടാകുമോ എന്ന് ലോകം ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. 7ാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയാണ്. 165 ആണവ പോർമുനകളാണ് ഇന്ത്യക്കുള്ളത്. ആദ്യം അണുവായുധം ഉപയോഗിക്കില്ല എന്ന നയമാണ് ഇന്ത്യക്കുണ്ടായിരുന്നത്. എന്നാൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണി ചെറുക്കാൻ ഇന്ത്യ അണുവായുധ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നുണ്ട്. 6ാം സ്ഥാനത്ത് വരുന്നത് പാകിസ്ഥാനാണ്. 169 ആണവായുധങ്ങളാണ് പാകിസ്ഥാന്റെ പക്കലുള്ളത്. 5ാം സ്ഥാനത്ത് വരുന്നത് UK ആണ്. 225 ആയുധങ്ങളാണ് UK കൈവശം വെച്ചിട്ടുള്ളത്. 4ാം സ്ഥാനത്തുള്ളത് ഫ്രാൻസ് ആണ്. 290 ആണവ പോർമുനകളാണ് ഫ്രാൻസിന്റെ കൈവശമുള്ളത്. 3ാം സ്ഥാനത്ത് വരുന്നത് ചൈനയാണ്. 350 ആണവായുധങ്ങളാണ് ചൈനയ്ക്കുള്ളത്. 2023 അവസാനത്തോടുകൂടി 410 ആണവായുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. 2035 ഇത് 1500 ആക്കി ഉയർത്തുമെന്നാണ് സൂചന. 2ാം സ്ഥാനത്ത് വരുന്നത് അമേരിക്കയാണ്. 5244 ആണവായുധങ്ങളാണ് അമേരിക്കയുടെ കൈവശമുള്ളത്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഉള്ള രാജ്യം റഷ്യയാണ്. 5889 പോർമുനകളാണ് റഷ്യയ്ക്കുള്ളത്. ആണവായുധങ്ങൾ ഉണ്ടാക്കി നശിപ്പിച്ച രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. 1989 പ്രസിഡന്റായ ഡി ക്ലർക്കിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. 6 ആണവായുധങ്ങളാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ലോക ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയാണ് ആണവായുധങ്ങൾ ഉപയോഗിച്ചത്. 1945 ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9 ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമാണ് അമേരിക്ക ആദ്യമായി ആണവായുധം പ്രയോഗിച്ചത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും അതിന്റെ ദുരന്ത ഫലങ്ങൾ ആ നാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ 4 ആണവ ബോംബുകൾ ഉണ്ടാക്കാൻ ഇറാന് വെറും 2 കിലോ യുറേനിയത്തിന്റെ ആവശ്യം കൂടി മാത്രമേ ഉള്ളൂവെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസികൾ പറയുന്നത്. സമീപഭാവിയിൽ ഇറാനും ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കും.